നിങ്ങൾക്ക് 3 ആൾക്ക് തരാനുള്ള പൈസ ഇതാ എൻ്റെ അടുത്ത് തന്നേൽപ്പിച്ചിട്ടുണ്ട്. ഒരാളെ പൈസ ഞാൻ തരൂ, 2 ആളെ തരാത്ത എന്താന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ ഇല്ലേ? അറിയില്ല നിങ്ങൾക്ക്? എന്താ പോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ മാര്യാ. എടാ നാണണ്ടങ്ങൾക്ക്. നിങ്ങൾ 3 എണ്ണം ഇറങ്ങിയിട്ട് കളച്ചാ കളയില്ല അത് അല്ലേ? ഒരു ചെയ്യണ പണിയിൽ ഒരു ലേശെങ്കിലൊക്കെ ആത്മാർത്ഥത കാണിക്കണം. ആൾക്കാരുടെ കയ്യിൽ പൈസ ഉണ്ടിച്ചിട്ട് വെറുതെ പിടിക്കുക. എന്താ വേഷവും പത്രാസൊക്കെ ഇങ്ങനെ കണ്ടാ മതി. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാ തോന്നും. എടാ കിളയ്ക്കാൻ വന്നല്ലടാ നിങ്ങൾ പറമ്പില് അല്ലേ? നിങ്ങളുടെ കുപ്പായത്തിലോ മുണ്ടിലോ എവിടെയെങ്കിലും ഒരു തരി മണ്ണായിട്ടുണ്ടോ? ഉണ്ടോ? രാവിലെ 9-9:30 ആകുമ്പോൾ അങ്ങനെ എഴുന്നള്ളി വരും. എന്നിട്ട് ആ കായ്ക്കോട്ട് എടുത്ത് കൊണ്ടുപോയി അവിടെ ഒരു കൊത്ത്, പിന്നെ ഒരു കൊത്ത് കൂടി കൊത്തുമ്പോഴേക്ക് ഇതാ ബീഡി വലിക്കാനായി. അപ്പൊ അത് ബീഡി ഇങ്ങനെ വലിക്കുക, ആസ്വദിച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ തീർക്കുക. അപ്പോഴേക്ക് ഇതാ വെള്ളം കുടിക്കാനായി. വെള്ളം കൂടി കഴിയുമ്പോഴേക്ക് ചായ കുടിക്കണം. ചായ കുടിക്കാറാകുമ്പോഴേക്ക് പിന്നെ ചോറും തിന്നണം. അപ്പോഴേക്ക് ഏതാ 2 മണിയായി. 3 മണി അവിടെ എൻ്റെ അപ്പൊ 4 മണിയാവും. ചായ കുടിക്കണമല്ലോ, സിഗരറ്റും ബീഡിയും വലിക്കണ്ടേ. അതിന്റെ ഇടയ്ക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തു പോകണ്ടല്ലോ, അതെന്തിനാ? അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നണമാതിരി വരാൻ തോന്നണമാതിരി പോവാൻ അതല്ലേ ഇടപാട്. അതിന് പൈസ എൻ്റെ അടുത്ത് കിട്ടില്ല. എന്താണ് നിങ്ങൾ മിണ്ടാത്ത്? അവ നിങ്ങളെന്താ പൊട്ടന്മാരാ? നിങ്ങൾ ആവശ്യത്തിന് പറഞ്ഞോ, ഞങ്ങൾ കേട്ടോളാം. ഞങ്ങൾക്ക് പോയിട്ട് വരെ അത്യാവശ്യമൊന്നുമില്ലേ, കാശ് കിട്ടണം. ഈ ചാണക കേസ് ഞങ്ങളെ പണി കഴിഞ്ഞിട്ട് പോവാൻ ഇരിക്കുക. സാറിവിടെ വന്നിട്ട് പോവാന്ന് വെച്ചു. അതെ പോയിക്കോ, കുഴപ്പമില്ല. കാശ് കിട്ടിയില്ല. കാശ് തന്നില്ല. കാശ് അച്ഛൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ അടുത്ത് കൊടുത്ത പൈസ അച്ഛൻ്റെ അടുത്തുണ്ട്. അച്ഛൻ കാശ് തരാതെ എന്തൊക്കെയോ കഥ പറഞ്ഞോണ്ടിരിക്കുക. തരില്ല ഞാൻ പറഞ്ഞില്ല, നോണ പറയരുത്. ഒരാളെ പൈസ കൊടുക്കും, 2 ആളെ പൈസ കൊടുക്കില്ല ഞാൻ പറഞ്ഞു. അച്ഛൻ കാശ് കൊടുത്തേ. അതും വേണ്ട. ഈ ഗൾഫിൽ അധ്വാനിച്ച് ചോര നീരാക്കി ഉണ്ടാക്കിയുള്ള പൈസടാ, അത് വെറുതെ കണ്ടവന്മാർക്ക് കൊടുക്കാനുള്ളതല്ല. ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ചതാണ്. ഞങ്ങൾക്ക് ആ പൈസ തരാൻ പറ, പോയിട്ട് കാര്യം പറഞ്ഞേട്ടാ, കാശ് മേടിച്ചോ. പൈസ കൊടുക്കില്ല. നിങ്ങൾ 2 പേരും കൂടി ഇവിടുന്ന് പോയതിന് ശേഷം ഞാൻ തക്കി വായിച്ചിട്ടല്ല, നീറ്റ് നടക്കാൻ വയ്യ. എന്നിട്ട് ഞാൻ അത് കൂടെ അങ്ങനെ പതുക്കെ പോയി നോക്കി. അപ്പൊ എന്താ പരിപാടി? ഇരുന്നിട്ട് വർത്താനം പറഞ്ഞോടി സോറ പറയാ. സാറേ ഇത് എന്താണ്? അടിമപ്പണി ചെയ്യാൻ വന്നതല്ലേ ഞങ്ങള് കൂലിപ്പണി ചെയ്യാൻ വന്നാണ്. അതിന് സമയമുണ്ട്, അതിനനുസരിച്ചുള്ള പണി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പണി ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനൊന്നും ഉണ്ടായി സാറേ, പൈസ ഉണ്ടെങ്കിൽ സമയത്ത് തരണം, അല്ലെ ഞങ്ങൾക്ക് പൈസ സ്ത്രീകളോട് അങ്ങനെ സംസാരിക്കാൻ താല്പര്യമില്ല. പ്രശ്നങ്ങളൊന്നും വെള്ളം മനുഷ്യനും ഇനി ഇവരെ തല്ലുകൂടി കൊണ്ട് എന്നെ കിട്ടണം, ഞങ്ങൾക്ക് ഇത് തന്നെ കിട്ടണം. സാറേ നിങ്ങളെ കയ്യാങ്കളിക്കും നിൽക്കണ്ടാ, നിങ്ങൾ പോയിക്കോ. ഞാൻ പറഞ്ഞത് കണ്ണ് നിറഞ്ഞു മേടിച്ചോണ്ടോ ആശ. ഇനി ഈ പറഞ്ഞ് പണിയെടുക്കാൻ ഞങ്ങൾ ഇവിടെ കാല് കുത്തൂലല്ലോ. അയ്യോ നിങ്ങൾ ഇവിടെ കയറില്ലാട്ടാ, അവിടെ പോയിക്കോ. താനൊക്കെ ചത്താ പോലും ഒരു രൂപ പണെടുക്കാൻ ഞങ്ങളെ വിളിക്കാൻ. വയസ്സാം കാലത്ത് പണി കാണിക്കുന്നത് മുഴുവൻ അതിനും പ്രാന്താണ്. അനാവശ്യം കണ്ട ആൾക്കാർ വർത്താനം പറയാൻ നിൽക്കുന്നത്. എന്താ കാര്യങ്ങൾ നിന്റെ വരക്കാറുണ്ട്. ആ പൈസ അതെ എന്താണ്ടായേ? ഇയാൾക്ക് ഇത് എവിടെ പോയി കിടക്കാണ്? ഇവിടെ ഒരു കൃത്യതയില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണിത്. ഒരു വീടി ഉണ്ടാവുക. വീടിയ ഇവിടെ വലിക്കാൻ പാടില്ലടാപ്പ. അപ്പൊ വരയായിരിക്കും. അയ്യോ സത്യ സാറ്, ഇയാള് ചത്ത അവിടെ ഇരിക്കടാപ്പ. എന്ത് സാറ്? ചത്തു കഴിഞ്ഞാൽ എല്ലാരും കണക്കാണ്, എല്ലാം ഇവിടെ വരും ശവമായിട്ട്. മന്നവനാട്ടെ യാചകനാട്ടെ വന്നിടുമൊടുവിൽ വഞ്ചിത നടുവിൽ. ഒന്നും മിണ്ടായിരിക്കട ശവങ്ങളെ. ചത്താലും തലക്കോള് വരൂല്ല വൃത്തികെട്ടവന്മാര്. നമസ്കാരം. നിങ്ങള് പ്യാരിജാതനല്ലേ? ആ പാർട്ടിക്കാരുടെ തല്ലുകൊണ്ട് ചത്തതെന്ന് പറയുന്ന പ്യാരിജാതൻ? ചത്തു എന്ന് പറയണല്ല സാറേ, അവന്മാരെന്നെ തല്ലിക്കൊന്നു. എന്താ ഉണ്ടായത്?
ഒന്നും ഉണ്ടായില്ല. നമ്മുടെ പാർട്ടിയുടെ പോസ്റ്റർ ആരാണ്ടും കീറി. അതൊന്ന് ചോദിക്കാൻ പറഞ്ഞു വിട്ടാണ് എന്നെ നേതാവ്. ഞാൻ അവിടെ ചെന്നിട്ട് ആരാടാ പോസ്റ്റർ കീറിയെന്നൊക്കെ പറഞ്ഞ് 2-3 ബഹളമൊക്കെ ഉണ്ടാക്കി. കുറേ ആളുങ്ങാട് ഓടി കൂടിയിട്ട് എനിക്കൊരൊറ്റ കുത്ത് കൂമ്പിനിട്ട് അയ്യോ ഒന്ന് കേട്ട്. പിന്നെ കണ്ണു തുറക്കുമ്പോൾ ഇവിടെയാണ്. കേസ് ഇപ്പൊ CBIക്ക് വിട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ അറിഞ്ഞു സാറേ. പക്ഷെ ഇവിടുന്ന് വിടൂല്ലല്ലോ എന്നെ. ചത്തുപോയില്ലേ. ഞാൻ സുമേഷ് കുമാർ കടപ്പുറത്ത് കാറ്റ് കൊള്ളാൻ വേണ്ടി ഇരിക്കായിരുന്നു. അപ്പൊ ഒരു ഉണക്കത്തേങ്ങ വന്ന് എന്റെ നെറുകന്തലയിൽ വീണു. അതോടുകൂടി ക്ലോസ്. ഫേസ്ബുക്കിലൊക്കെ ചാറ്റ് ചെയ്ത് ആരാനോടും വരാൻ പറഞ്ഞു കാമുകീനോടെ. അവര് വന്നില്ല. വന്നത് ഉണക്കത്തേങ്ങയാണ്. തീർന്നു. എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. സാർ ഉദ്ദേശിച്ച യുവകവി ഉണ്ണി ചെറുത്തൂരാൻ. അത് തന്നെ. നമ്മുടെ പല പാർട്ടി സമ്മേളനങ്ങൾക്കും കവിതകൾ പാടിയിട്ടുണ്ട്. സാറിന് സാറിന്റെ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് പോഴത്തി പാടിയിട്ടുണ്ട്. അവസാനം അക്കാഡമി ചെയർമാൻ സ്ഥാനം വരെ എനിക്ക് തരാവുന്നതാണ്. പക്ഷെ ചതിച്ചു സാറേ കഞ്ചാവ്. നല്ല മരുന്നാണ് സാറേ. സാറേ കഞ്ചാവ് അടിക്കുമ്പോ ഒന്ന് ദുബായ് പോണം തോന്നി. കടലിലേക്ക് എടുത്തിയാടി നീന്തി എത്തിയില്ല. ഞാന് ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. സത്യത്തില് നമ്മളിത് എവിടെയാണ്? ഇത് പരലോകത്തിന്റെ ബ്രാഞ്ച് ഓഫീസല്ലേ. ഈ ഓഫീസിലാണ് കേരളത്തിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. മലയാളികളുടെ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഓഫീസാണിത്. നിങ്ങൾ മരിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ ഞാൻ എങ്ങനെ ഇവിടെ വന്നു എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ചത്തറിന്റെ ഉറപ്പാണ്. ഇല്ല, ഞാൻ മരിച്ചിട്ടില്ല. സത്യ സാറ് മരിച്ചുകൊണ്ടാണല്ലോ നമ്മളെ കാണാൻ പറ്റുന്നത്. ഞാൻ മരിച്ചിട്ടില്ലാന്ന്. മരിച്ചെന്ന്. അപ്പൊ ഞാൻ മരിച്ചോ? സാറ് മരിക്കാതെ ഇങ്ങോട്ട് ഓടി വരാൻ സാറിന്റെ പാർട്ടി ഓഫീസായിട്ടാണ്. അയ്യോ, അപ്പൊ എന്റെ ഭാര്യയും കുട്ടികളും? അവര് നാട്ടിലിരുന്ന് കരയുണ്ടാവും. ഒരാഴ്ച കാണും, പിന്നെ നിർത്തിക്കോളും. മോങ്ങണ്ട. സത്യം സാറേ, ഇനി ഇന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടുന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ നമുക്ക് നരകത്തിലോട്ട് കയറി ചെല്ലാനൊക്കെ ഉള്ളൂ. പിന്നെ സ്വർഗത്തിലേക്കാ. സ്വർഗത്തിൽ പോവാൻ നമ്മ വല്ല നന്മയും ചെയ്തു വെച്ചിട്ടുണ്ടാ? നരകം തന്നെ, അത് ഉറപ്പാണ്. സത്യ സാറേ, സത്യ സാറേ, എനിക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. എന്റെ ബോഡി കടലിൽ തത്തി കളിക്കുന്നുണ്ടാവും. വല്ല സ്രാവോ മറ്റോ തിന്നോ എന്തോ. പേടിക്കണ്ട, ഞാനിവിടുത്തെ റിസപ്ഷൻ ഇൻചാർജാണ് കേട്ടോ. സാറേ, എന്റെ കാര്യം എന്താ പ്യാരിജാത, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ് നടക്കില്ല എന്ന്. വൈഫിനെ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോഴാണ് നേതാവ് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ തല്ലുണ്ടാക്കി ചത്തത്. കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷം കാത്തിരുന്നിട്ടുണ്ടായ ഒരു കുഞ്ഞിക്കാലാണ് സാറേ. അത് ആണാണോ പെണ്ണാണോ എന്റെ രൂപമുണ്ടോ ഒരു നോക്ക് കാണാനാണ് സാറേ. ദൂരെ മാറി നിന്നിട്ട് ഞാൻ കണ്ടിട്ട് പോന്നോളാം. എന്റെ പ്യാരിജാത, അത് ഈ വല്ലവന്റെയും വാക്കും കേട്ട് തല്ലാനും വെട്ടാനും പോകുന്ന എല്ലാവരുടെയും അവസ്ഥ ഇവിടെ എങ്ങനെയാണ്? നടക്കില്ല പ്യാരിജാത. ഒന്ന് കാണട്ടെ സാറേ, ഞാൻ പെട്ടെന്ന് വരാം സാറേ. സാറേ പ്യാരിജാത, ഞാൻ പറഞ്ഞില്ലേ പ്യാരിജാത നടക്കില്ല എന്ന്. ഒരു അവസരം തന്നാ ഞാൻ വൃത്തിയായിട്ട് ജീവിച്ചോളാം സാറേ. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല, കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. സാറേ. ഇല്ല, ഇരുന്നോളൂ, പോയിരുന്നോളൂ. രാജാവേ. എന്താ സുമേഷേ? രാജാവേ, ഞാനൊന്ന് ഭൂമിയിലേക്ക് പോയിക്കോട്ടെ. ഇനിയിപ്പോ ഒന്നും നടക്കില്ല കേട്ടോ. ഒരവസരം. ഇല്ല, അവസരമൊക്കെ കഴിഞ്ഞു, അവസരം കഴിഞ്ഞു, പോയിരുന്നോളൂ. ഉണ്ണിയേ, ഒരു സന്തോഷ വാർത്ത അങ്ങോട്ട് അറിയിക്കട്ടെ. മുങ്ങല് വിദഗ്ധന്മാര് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഉടനെ തന്നെ ബോഡി കിട്ടുന്ന ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അങ്ങൊന്നേ വൈകുന്നേരമാകുമ്പോ കുറച്ച് രസായനം കിട്ടുക കുടിക്കാൻ. എന്താ ഉണ്ണിയെ, ഉണ്ണിയുടെ ക്ലിയറൻസിന്റെ കാര്യം പോലും ഇതുവരെ ഒരു തീരുമാനത്തിലായിട്ടില്ല. പോയിരിക്കട്ടോ. സത്യശീലൻ. സാർ നമസ്കാരം. നമസ്കാരം സാറേ, ഒരു അബദ്ധം പറ്റി. ഞാൻ വഴി തെറ്റി ഈ വഴി വന്നതാണ്. ആ പുറത്തേക്കുള്ള വഴി ഒന്ന് കാണിച്ചു തന്നാ ഞാൻ അതുവഴി പതുക്കെ അങ്ങ് പുറത്തേക്ക് പോയിക്കോളാം. സൂത്രക്കാരൻ. അതെ, നിങ്ങൾ വഴിതെറ്റി വന്നൊന്നുമല്ല, നിങ്ങളെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് തന്നെയാ. സാറേ, ഞാൻ നാട്ടിലൊരു മന്ത്രിയാണ്. അറിയാം, നിങ്ങൾ രാഷ്ട്രീയക്കാര് നാട്ടിൽ കാണിക്കുന്ന കോമഡികളൊക്കെ വീക്കെൻഡിൽ ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ട് ആസ്വദിച്ച് ചിരിക്കുമ്പോഴാ ഞങ്ങളുടെ ഈ ജോലി ഭാരത്തിൽ നിന്ന് ഒരല്പം ആശ്വാസം കിട്ടുന്നേ. സത്യത്തിൽ ഞാൻ മരിച്ചിട്ടില്ലല്ലോ. ഇല്ല, നിങ്ങൾ മരിച്ചിട്ടില്ല.
കയ്യാലെ പുറത്തെ തേങ്ങ പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏത് നിമിഷം വേണമെങ്കിലും മരിക്കാം. കാണണോ? ദേ കണ്ടോ? നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊന്ന് കണ്ടോ? അയ്യോ അത് ഞാനല്ലേ? ആ വലിക്കുന്ന വലി കണ്ടോ? അയ്യോ നല്ല വലിയാണല്ലോ. ഇനി എന്തോരം വലിക്കാൻ കിടക്കുന്നു. സാറേ ഇത് ഏത് ഹോസ്പിറ്റല്? ഇത് ദുശാസനക്കുറുപ്പ് മെമ്മോറിയൽ ഹോസ്പിറ്റൽ, അറിയാലോ അല്ലേ? അയ്യോ ആ ഹോസ്പിറ്റലിൽ ഒന്ന് മാറ്റം പറയണേ സാറേ. ഏയ് പറ്റില്ല പറ്റില്ല പറ്റില്ല. ഈ ഡോക്ടർക്കാണ് നിങ്ങൾ കൈക്കൂലി മേടിച്ചിട്ട് MBBS സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുത്തത്. അപ്പൊ നിങ്ങൾ ഇയാൾ തന്നെയല്ലേ ചികിത്സിക്കേണ്ടത്. അന്ന് കുറെ കാശ് നിങ്ങൾ പിടുങ്ങി, ഇപ്പോ നിങ്ങളെ അവിടെ കിടത്തിയിട്ട് അയാൾ കാശ് പിടുങ്ങിക്കൊണ്ടിരിക്കുക. എന്തൊക്കെയോ മരുന്ന് കുത്തി കയറ്റുക. സാറേ അയാൾക്ക് ചികിത്സിക്കാൻ അറിഞ്ഞൂടാ സാറേ? അറിയില്ല. ഈ അറിയാൻ പാടില്ലാത്ത ആളാണ് നേരത്തെ വേറെ ഒരുപാട് പേരെ ചികിത്സിച്ചത്. ഇങ്ങനെ ചികിത്സിച്ചാൽ ഞാൻ മരിച്ചു പോകും സാറേ. മരിക്കണം, എന്നായാലും മരിക്കണം. പിന്നെ ഇയാളും ഒരു ദിവസം എന്റെ മുമ്പിൽ ഇവിടെ വന്ന് ഇതുപോലെ ഇരിക്കും. അപ്പൊ ഞാൻ ചോദിക്കും, സാറേ ഒരു അപേക്ഷയുണ്ട് സാറേ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വിടണം. നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗ് കഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രിയാണ്. അതെയോ? പക്ഷെ നടക്കില്ല സത്യശീല. നാളെ ഇവിടെ അതിലും പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടക്കാറുണ്ട്. ഇവിടുത്തെ HOD-മാരുടെ, അതായത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സിന്റെ. കഴിയുമെങ്കിൽ ഈ HOD-മാരിൽ ആരെങ്കിലും ഒന്ന് സ്വാധീനിക്കാൻ നോക്ക്. അവര് വിചാരിച്ച എന്തെങ്കിലും നടക്കും. അല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലേ? ഒരു വഴിയില്ല സത്യശീല. അത് പോയി പോയി. പേടിച്ചു പോയല്ലേ ഞാൻ. എന്തിന്? എന്താ വന്നേ? ഒന്ന് മേക്ക് ഓവർ ആക്കണം. അയ്യോ മുടി ഒന്ന് വെട്ടിത്തരണെന്ന്. മുടി വെട്ടണ? അങ്ങനത്തെ വെട്ടല്ല. ഈ ഭാഗത്ത് മൊത്തം വെട്ട, ഈ ഭാഗത്ത് മൊത്തം വെട്ട. 3 കീറ്റിങ് കൂട്ടി 3 കീറ്റിങ് കൂട്ടും. നമ്മളെ സൂര്യനെ പോലെ. കിപ്പിയോ ക്രോപ്പോ? കിപ്പിങ് ക്രോപ്പല്ല, അത് പഴയ സ്റ്റൈലല്ലേ, ഒരു നൂതന സ്റ്റൈല്. അത് ഈട ഒരു 3 കളറായിക്കോട്ടെ, പച്ച മഞ്ഞ ചോപ്പ്, പിന്നെ ഇവിടെ സ്പൈക്ക്. അത്രേ ഉള്ളൂ, ചെറിയ പണി. അത് ചെയ്തു തന്നെ പെട്ടെന്ന് ഒരു സ്റ്റൈല് മാറ്റി പിടിക്കാലോ രാവട്ടാ. നീ വന്നേ. ഇങ്ങ പുറത്തേക്ക് വാ. ആഹാ സെറ്റപ്പ് പുറത്താക്കിയാ. അത് നല്ല എന്നെ വാ. ഇതിലെന്താ നീ? നോക്കട്ടെ. ആ അതോട് എന്താ ചോരുന്നുണ്ടാ? ആ നീ പറഞ്ഞ കട്ടും ഈ കടയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാ നായിയേ? എന്തിനാകോട്ടെ പറയുന്നത്? രണ്ടും 2 കട്ടല്ലേ. എന്റെ ഒരു ന്യൂ ജെൻ ആക്കാനാണല്ലേ പറയുന്നത് രാഘോട്ടാ. ഓപ്പൺ കണ്ണം സ്റ്റൈൽ അറിയോ? ആ സ്റ്റൈൽ അറിയില്ല? എനക്ക് ഒന്നും അറിയില്ലടാ രാഘോട്ടാ. ഇനി അങ്ങോട്ടുള്ള കാര്യം നിങ്ങൾ ന്യൂ ജെൻ ആവണം. നീ ഒഴിക്ക പാടായിരുന്നു. ആകോട്ടോ. ആ ഇതല്ല നീടാ. നീടെയാണ്? ഞാനിവിടെ നിൽക്കില്ലേ, ഞാൻ പാലക്കാടിലുണ്ടാലേ. ആടെന്ന്? ആടെ നമ്മൾ ഈറ്റ വെട്ടും പോവും, അത് കഴിഞ്ഞാൽ മരം പിടിക്കും പോവും. ഈറ്റേ? ആ ചീറ്റ. ഈറ്റ നമ്മൾ ഈ പുലിയും നരിയും എല്ലാം ഉണ്ടാവില്ലേ, അതിന്റെ ഉള്ളിൽ കൂടി നമ്മൾ വളരെ സ്മൂത്ത് ആയി ഈറ്റയും മുട്ടിയും വിളി. അവിടെ ചീറ്റപ്പുരി ഉണ്ടാ? ഈറ്റപ്പുലിയല്ലടാ. ഈറ്റപ്പുലി അല്ലാണ്ട് പിന്നെ ചീറ്റാന്നല്ലേ പറയാ? ഈറ്റപ്പുലിയല്ല, ചീറ്റപ്പുലിയാന്ന്. ഈറ്റപ്പുല്ല് ചീറ്റപ്പുല്ലിരാകട്ടെ നിങ്ങൾ തിന്നായത്. നിങ്ങളുടെ പുരിന്റെ കാര്യം പറയാൻ വന്നേ. നീ എന്തിനാ വന്നത്? ഞാൻ ഒരേലെ കക്കൂസിൽ സൂച്ചിട്ടാല് അടുക്കളയെ കത്തും. അടുക്കളയിൽ സൂച്ചിട്ടാ പടിഞ്ഞാറ്റാത്ത പടിഞ്ഞാറ്റാത്തിട്ടാലോ അയ്യപ്പുറത്ത് ഓനാ കത്തും. അതിനെന്തിന്റെ അതിനെന്തിന്റെ പ്രശ്നം എന്തിന്റെ? എടാ നീ പടിഞ്ഞാറ്റ് ഇട്ട് കഴിഞ്ഞാല് അടുക്കളി കത്തും, അടുക്കള ഇട്ടാല് ബെഡ്റൂം കത്തും. ഏടെങ്ങാറ്റ് ഇത് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പിന്നെന്തിന്റെ? എന്തിനാ നന്നാക്കുന്നു? ആനങ്ങാണ്ട് ഇക്കങ്ങയ്യ പ്രായമുള്ളിലുണ്ട് പൊരയില് പൊരാൻ കത്തിപ്പോലെ എപ്പട്. ശരിയല്ല. അല്ലാണ്ട് പിന്നെ നമ്മള് ബേബി ഇല്ലേ, ഇലക്ട്രീഷ്യൻ ബേബി, മൂപ്പരെ തപ്പി ഇറങ്ങിയതാ. ബേബീനെ? അതിന്റെ ബേബി പണി നിർത്തിയാ? ബേബി മരിച്ചോന്ന് അറിയിച്ച നീ? മരിച്ചോയാ? എന്താ ബേബിക്ക് മരിച്ചൂടെ? എന്നിട്ട് നമ്മളെ ഈ ഗ്രൂപ്പിൽ നിന്ന് ഞാനെവിടെയും കണ്ടിട്ടില്ലല്ലോ. ഈ ബേബിന്റെ മരണ വാർത്ത ഞാനായിട്ടിരുന്നു. അതിന്റെ അടിയിൽ കുറെ ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റും, ഗുഡ് ആഫ്റ്റർനൂണും, പിന്നെ ഏതെങ്കിലും അമ്മായിരും അമ്മാവന്റെ മക്കളെ ബർത്ത്ഡേ കേക്ക്, അതിന്റെ ആശംസ ഒന്നും നാനാവിധ ഇതിനെ മുങ്ങ് മൂടിക്കളും. മരണ വാർത്ത മൂടിക്കളും. മന്മതേട്ടൻ ഗുഡ് മോർണിംഗ്, സുഗതേട്ടൻ ഗുഡ് മോർണിംഗ്. ഇത് കണ്ടമാനം ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും മാത്രമേ ഉള്ളൂ കേട്ടാ. അമ്മേ, എന്റെ അമ്മയും ഗുഡ് മോർണിംഗ് കിട്ടല്ലേ? എല്ലാം ഇതാ ബേബിയേട്ടന്റെ ഫോട്ടോ. എന്റെ മനെ, എന്നാലും വല്ലാത്തൊരു പോക്കായി പോയിടാ. എന്തത് സല്യൂട്ട്. അതല്ല, ഇവിടെ എന്ത് പേക്കൂത്ത നടക്കണേന്ന്? ഞങ്ങള് റീൽസ് ചെയ്യായിരുന്നു സാർ. റീൽസോ? അതെ സാർ, ഈ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ സർക്കാർ ഓഫീസുകളിലൊക്കെ ഒഴിവ് സമയങ്ങളിൽ റീൽസ് ആവാന്ന്. എടോ, മന്ത്രി അങ്ങനെ ഒരു കാര്യം പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്താ ഇവിടെ കാണിക്കണത്? എന്താ ഡാൻസ് ബാറോ? എടോ, നമുക്ക് അങ്ങനെ ഒഴിവ് സമയമില്ല. 24 hours നമുക്ക് വർക്കുണ്ട്. പോലീസ് സ്റ്റേഷൻ അത്. അതാണല്ലോ സാർ,
നമുക്ക് വല്ല മെന്റൽ സ്ട്രെയിൻ ഉള്ളതല്ലേ, ഇപ്പോൾ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് ചെയ്തതാ. സാറേ മന്മഥൻ സാറിന് ഒരുപാട് ആരാധകരുണ്ട് സാറേ. മാത്രമല്ല സാറിന്റെ റീൽസ് കണ്ടിട്ട് നമ്മുടെ സ്റ്റേഷൻ അറിയപ്പെടുന്നത് തന്നെ മന്മഥൻ സാറിന്റെ സ്റ്റേഷൻ എന്നാണ്. സാറിന്റെ റീൽസ് കണ്ടിട്ട് MLA വരെ ലൈക്ക് അടിച്ചിട്ടുണ്ട് സാർ. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു റിക്വസ്റ്റ് ആണ്, സാറും കൂടി ഞങ്ങളുടെ കൂടെ ഒരു റീല് ചെയ്യണം സാറേ. എല്ലാ ഓഫീസിലും ചെയ്യുന്നുണ്ട് സാറേ. സാറും കൂടി പ്ലീസ് സാർ. എന്റെ പൊന്ന് സാറന്മാരെ, നിങ്ങൾക്ക് ഇവിടെ ഒരു പണി ഉണ്ടാവില്ലായിരിക്കും. എനിക്കൊരു 100 കൂട്ടം കാര്യങ്ങളുണ്ട് ഇവിടെ. അത് മാത്രല്ല നിങ്ങളുടെ ഈ പേക്കൂത്തിന് കൂട്ടുനിൽക്കലല്ല എന്റെ പണി. യൂണിഫോം ഇട്ട് കാണിക്കണ ഓരോ പരിപാടികൾ. എടോ ആ കള്ളനെ കണ്ട് ഇവിടുന്ന് ഓടി ഇറങ്ങി നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പറയണ്ട മറുപടി പറയണോ? കള്ളനാണെങ്കിലും സത്യസന്ധനാണ് സാർ, അങ്ങനെയൊന്നും ചെയ്യും. ആണോ? ഓ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്കത് യൂണിഫോം ഇട്ട് കൊടുത്താലോ? വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു പ്രവർത്തനം നമുക്ക് കിട്ടും. അത് മതിയോ? വിവരം വേണ്ടോ? കുറച്ചെങ്കിലും വേണ്ട, കുറച്ചെങ്കിലും ബോധം വേണ്ടേ? ഈ സർക്കാർ ഈ ശമ്പളം എടുത്തു തരുന്നത് ഇവിടെ ഡാൻസ് കളിക്കാനല്ല, കൃത്യമായിട്ട് ഡ്യൂട്ടി കേട്ടാ. എന്നെ പഠിപ്പിക്കാൻ നോക്കുക, മന്ത്രി പറഞ്ഞു പോലും. ഒരു പരിപാടി വേണ്ട ഇവിടെ കേട്ടോ. ആ ഡ്യൂട്ടി ഇല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഇത്തിരി കൂടി നിലവാരമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പുസ്തകം ഇരുന്ന് വായിച്ചോ, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ മൊത്തം എല്ലാവരും പുസ്തകം വായിക്കോ? കാലാബോധം തൊട്ട് തീണ്ടിട്ടില്ലാത്തൊരു മേലുദ്യോഗസ്ഥൻ. എങ്ങനെ സന്തോഷത്തിൽ നിന്ന സ്റ്റാഫ് റൂം അത് വല്ല കൂടി മരണ വീട് പോലെയായി. വല്ലാത്ത ചതിയാണ് സർക്കാർ നമ്മളോട് ചെയ്തത്. ഇന്നിപ്പോൾ ഒരു ശനിയാഴ്ച എന്തൊക്കെ കാര്യങ്ങൾ വീട്ടിൽ നടത്തിനെ നമ്മൾ കുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. കാര്യമാശ നിങ്ങൾ ഇടപെടണം, നിങ്ങൾ യൂണിയൻ്റെ ആളാണ്. കാരണം 5 ദിവസം തന്നെ നമ്മൾ സഹിക്കുകയാണ്. ഇനി ഒരു 6ാമത്തെ ദിവസം കൂടി വർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എന്തെത്താണ്? എല്ലാവരും ഉദ്ദേശിച്ചു തന്നെയാണ്. ഇനിയിപ്പോ അനുഭവിച്ചോ. പഴയ പോലെ നമുക്ക് സമരം നടത്താൻ പറ്റില്ല, നമ്മുടെ പാർട്ടിയാ ഭരിക്കണത്. സഹിക്കാന്നല്ലേ ഉള്ളൂ. സത്യമാഷ് വന്നിട്ട് ഇല്ല, അത്ര സമയമായല്ലോ. മാഷ് വരട്ടെ, കാര്യം പറയാനുണ്ട്. പ്യാരിമാഷേ, എന്റെ പെങ്ങളെ കൊറേ നേരമായിട്ട് കണക്കെഴുതാണല്ലോ, എന്താ പരിപാടി? ഇതേ നമ്മളാ കുട്ടികളെ ടൂർ കൊണ്ടുപോയില്ലേ, അതിന്റെ കണക്കൊന്നും അങ്ങോട്ട് സെറ്റ് ആവണില്ല. ഈ മാനസികാവസ്ഥയിൽ നിങ്ങൾ അതൊന്നും ചെയ്യല്ല, അത് തെറ്റി വീണ്ടും തെറ്റും. ഇതിപ്പോ ഇത്ര ദിവസം ചെയ്തിട്ട് ശരിയാവണില്ലെന്ന്. ആ ഗോവയില് ടൂർ കൊണ്ടുപോയ കണക്കാണേ, അങ്ങനെ ശരിയാവണേ. അത് എന്ന് പോയി വന്നത്? ടീച്ചർമാർക്കൊക്കെ ബിരിയാണി മേടിച്ചു കൊടുത്തൊക്കെ എഴുതിക്കണോ? ഇല്ല, അതാണ് പിള്ളേർക്ക് കുട്ടികൾക്ക് ഉപ്പാവ് എനിക്ക് ഓർമ്മ ഉണ്ടായില്ല. ടാലിയാവണില്ല. ഞാൻ പറഞ്ഞു തന്നതേ, എന്റെ അളിയന്റെ ഭാര്യ ഗൾഫിലാ ജോലിയാണ്. 4 ദിവസം പോലാണ് ക്ലാസ്. ബാക്കിയുള്ള 3 ദിവസം കുട്ടികളും ഫ്രീ, ടീച്ചർമാരും ഫ്രീയാ. അല്ല, കുട്ടികൾക്ക് മാനസിക ഉല്ലാസം വേണോ? കുട്ടികൾക്ക് ഇപ്പൊ ആകെ ഞായറാഴ്ച ഒരു ദിവസമാണ് കിട്ടണം. എന്തിനാ കാട്ടി കുട്ടികള് ഒന്ന് കുളത്തിൽ ചാടാൻ നേരണ്ട ഊർക്ക്? ഓർക്കും ഇല്ല ഒരു മാനസിക ഉല്ലാസം. നമ്മളും തകർന്നു. അങ്ങോട്ട് രാജിവെക്ക് സാറേ. പിന്നെ ആഴ്ചയിൽ മുഴുവൻ വെറുതെ ഇരിക്കേ, കുളത്തിൽ ചാടേ, എന്തെങ്കിലും ചെയ്യാല്ല. പൈസ കിട്ടണമെങ്കിൽ ഇവിടെ എങ്ങനെയെങ്കിലും വന്ന് മേശപ്പുറത്തെങ്കിലും കയറിയിരിക്കണോ? നമ്മള് നോക്കണ്ട, നമ്മൾ അധ്യാപകർക്ക് മാത്രമാണ് 2 മാസം വെറുതെ കുത്തിരിക്കാനുള്ള ഒരു വകുപ്പ് വരുന്നത്. പിന്നെ കലണ്ടറിൽ ചുമപ്പ് കണ്ടാ വരണ്ടല്ലോ. അതുകൊണ്ട് മഴ പെയ്താലും വരണ്ട. എന്താ മാഷ സത്യമാഷ ഇന്ന് ലീവാന്ന്? ലീവാന്നൊന്നും പറഞ്ഞില്ല. പേര് 10 മണി ആവുന്നുള്ളൂ. 10 മണി ഇവൻ അന്വേഷിക്കണം എന്താ കാര്യം, എന്താണ്? അന്നെ ഞാനും പറഞ്ഞ സിറ്റി ബസ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് വന്നു കളിക്കുകയാണ്. പറഞ്ഞൂടെ എനിക്ക്? അതെ, സത്യമാഷ് വരണം, ഒരു കാര്യം പറയാനുണ്ട്. മാഷോട് പറയുമ്പോൾ കൂടെ ഒരു ബലം കിട്ടല്. അതെങ്ങോട്ട് പറഞ്ഞാൽ മാത്രം ബെല്ലടിക്കാൻ നോക്കും. മാഷ് സമയം പോന്നോളൂ. മാഷ് വരട്ടെ, പോയി ബെല്ലടിക്കാം. ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് സത്യമാഷ് പറഞ്ഞോ. സത്യമാഷ് വന്ന് സന്തോഷായില്ലേ? നമസ്കാരം. എന്താ നേരത്തെ എത്തിയാ? ഇത്തിരി കണക്കുകൾ എന്ന് പറഞ്ഞു. സത്യമാഷേ, ഉണ്ണി കുറെ നേരം ഇങ്ങളെ കാണാൻ കാത്തിക്കണം. എന്തോ പറയാനോ ചെയ്യാനൊന്നുണ്ടെന്ന് പറയും. എന്തുകൊണ്ടാ കടഞ്ഞു വെക്കരുത്, പൈസ ഇല്ല. മാഷെ കടമൊന്നും വേണ്ട, അല്ല ശമ്പളം കിട്ടിയിട്ട് നമുക്ക് തന്നാ മതി. മാഷേ 3 ദിവസം ഉറങ്ങാത്ത മാഷ്. ഉറക്കന്നെ പോയിട്ടുണ്ടോ? കാര്യം പറയാൻ വേണ്ടിട്ട്
എന്തുപറ്റി? ഇനി ബിൽഡപ്പ് വേണ്ട ഇങ്ങോട്ട് പറഞ്ഞൂട്. സാറേ 3-4 ദിവസം മുമ്പേ സർക്കാർ ഉദ്യോഗസ്ഥന്മാര് സർക്കാർ ഓഫീസിൽ നിന്ന് റീൽ ചെയ്തിട്ട് വയലൻസ് ആയത് എല്ലാരും അറിഞ്ഞിട്ടേ വയറലായത് അല്ലേ? അവരെ സസ്പെൻഷനിലേക്ക് ആവണ്ടാന്ന് മന്ത്രി സപ്പോർട്ട് ചെയ്ത്. മന്ത്രി സപ്പോർട്ട് ചെയ്തതല്ല അത് ഈ ജോലിയിടങ്ങളിലെ സമ്മർദ്ദം കുറക്കാൻ വേണ്ടി വിശ്രമവേളകളിൽ അത്തരത്തിലുള്ള റീൽ ചെയ്യാനത് കുഴപ്പമില്ല, ഒരു മാനസിക ഉല്ലാസോടെന്നേ പറഞ്ഞുള്ളൂ. അല്ലാതെ അത് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും ചെയ്യാൻ വേണ്ടിയല്ല പറഞ്ഞതാണ്. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല. സാറേ എന്റെ കൊവ്വല് സ്കൂളിലെ പിയുണ്ടല്ലോ, ഒരു വീഡിയോ സ്കൂളും ചെയ്തിട്ട് വൈറലായിട്ട് ഓരിപ്പോ സെലിബ്രേറ്റ് ചെയ്യാന്ന്. 1 ലക്ഷം ഉറുപ്പ്യ അത് വെറുതെ ഒരു ഉദ്ഘാടനം ചെയ്തിട്ട് പോയിട്ട് വരാൻ വേണ്ടി മേടിക്കും. എന്റെ മാഷെ ഞാൻ എത്ര ദിവസം പണിയെടുക്കണം, എത്ര മാസം എടുക്കും 1 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാക്കാൻ. അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, നമ്മളെല്ലാം വിചാരിച്ചാല് ഒരു റീൽ ചെയ്തൊന്ന് ഒരു പബ്ലിസ്റ്റ് ആവട്ടെ, ഒരു അടയാളപ്പെടുത്തണ്ടേ സാറേ? അത് മാത്രല്ല മാഷേ, സർക്കാർ ഉദ്യോഗസ്ഥരെ റീൽസോട് സോഷ്യൽ മീഡിയ തട്ടിയിട്ട് മുട്ടിട്ടൊന്നും വയ്യ. വീട്ടില് ഭാര്യയൊക്കെ ചെയ്യണ്ടേ? എന്റെ ഭാര്യ ചെയ്യണ്ട്. വില്ലേജ് ഓഫീസറല്ലേ? അതെ, വില്ലേജ് ഓഫീസറാണ്. ഓഫീസിലാ ചെയ്യണേ? ഓഫീസിൽ അങ്ങനെ ചെയ്യുന്ന കേട്ടിട്ടില്ല. വീട്ടിൽ തന്നെ വെച്ചിട്ട് മറ്റേ അടുത്തുള്ള കുട്ടികളൊക്കെ പാടെ വിളിച്ചു വരുന്നു. നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഇടയിലും അധ്യാപകരുടെ ഇടയിലും ഒക്കെ കലാഹൃദയമുള്ളവരുണ്ട്. അതൊക്കെ കിട്ടണ സമയങ്ങളിൽ ചെയ്യണതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ മണ്ടോ ടീച്ചറെ, നമ്മള് എന്തായാലും റീല് ചെയ്യാൻ തീരുമാനിച്ചു. സ്കൂളിലൊന്നും ചെയ്യണ്ട. സ്കൂളിൽ ചെയ്യാൻ പറ്റില്ല. സ്കൂളിന്റെ ടൈമിലല്ല, സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ 4 മണിക്ക് സ്കൂൾ വിടൂലേ, ഒരു 4:30 വരെ അവിടെ നിന്നിട്ട് ഒരു റീല് ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ടാന്ന്. മണ്ടോ ടീച്ചറും ജാതിനും ടീച്ചറും ഒക്കെ സിനിമയിൽ വരെ എത്താം, ഒന്ന് വൈറലായി കഴിഞ്ഞാൽ. ക്യാൻസറാണല്ലോ. നോക്കന്നെ അപ്പൊ അതിനൊരു പാട്ട് സെലക്ട് ചെയ്യാൻ ആ കുഞ്ഞായിക്കോളൂല്ലേ? നിങ്ങളൊന്നും നോക്കണ്ട, കൂടെ നിന്ന് തന്നാ മതി ഉണ്ണീരെ. അതെ ഉണ്ണിയേ, ക്ലാസിന്റെ ടൈം ഉണ്ടല്ലോ. ക്ലാസ് ടൈമിൽ പ്രശ്നം, അത് ക്ലാസ് ടൈമിൽ വേണ്ട. കാണുന്നും വേണ്ട. വേണമെങ്കിൽ കോറസ് ആയിട്ട് കുട്ടികൾ യൂണിഫോം ഇട്ട് നിന്നോട്ടെ, തെയ്യന്താരാന്നൊക്കെ പറഞ്ഞ് രസമായിരിക്കും. അപ്പൊ നമ്മള് തീരുമാനിച്ചേ, പിന്നെ നാളെ ഞായറാഴ്ച, നാളെ വേണ്ട, മറ്റന്നാൾ തിങ്കളാഴ്ച വൈകുന്നേരം നമ്മൾ ചെയ്യണം. അതെ, ചെയ്ത് നമ്മള് അന്ന് തന്നെ സംഭവം പോസ്റ്റ് ചെയ്യണം, വൈറലാക്കി. നിയമം പാലിക്കണം എന്ന് 100 പേർക്ക് പറഞ്ഞാൽ ആരും കേൾക്കില്ല സാറേ. എന്താ ഇങ്ങടെ ഇൻഡിക്കേറ്റർ ഇട്ടേക്കണ? ഇങ്ങോട്ട് തിരിയുമ്പോ ഈ സൈഡ് ഇൻഡിക്കേറ്റർ അല്ലേ ഇടണ്ടേ? എവിടെ ഒതുക്കി വെക്ക്, ഇങ്ങോട്ട് ഒതുക്കി വെക്ക്. എല്ലാം ഓക്കെയാണോ? പേപ്പറൊക്കെ ഓക്കെയാണോ? ഓക്കെയാണോ? പേപ്പറെല്ലാം കറണ്ട് അല്ലേ? പേപ്പർ കിട്ടി സാറേ. സാറേ മന്മഥ സാറല്ലേ? മന്മഥ സാറല്ലേ? സാറേ ഞാൻ സാറിന്റെ ഒരു വലിയ ഫാനാ. സാറേ സാറിന്റെ റീലൊന്നും ഒരു രക്ഷയില്ല കേട്ടോ, അത് മരണമാസാ. ശരിക്കും പറഞ്ഞ സാറിന് ഇതിന്റെ ഇടയ്ക്ക് ഒരു മണിമുറ്റത്ത് മറ്റേ സുരേഷ് ഗോപിയുടെ സാറേ ചില ആംഗിളിലൊക്കെ സാറിനെ കാണുമ്പോ പൂപ്പരെ പോലെ തന്നെയുണ്ട്. ഇവിടെ ഒന്നും അല്ല സാറിന് മുന്നിൽ. അങ്ങനെയൊന്നും പറയില്ല, അദ്ദേഹമൊക്കെ വലിയ പ്രതിഭയാണ്. അദ്ദേഹത്തിന് മുകളിൽ നമ്മളെ വെറും പുഴുവാണ്. സാറ് സിനിമയൊക്കെ ഒന്ന് ട്രൈ ചെയ്തോ സാറേ. ഇത് നമ്മൾ വെറുതെ ഒരു രസത്തിന് ചെയ്യണല്ലേ സാറേ? സീരിയസ് ആയിട്ട് എടുക്കുക സാർ, രസത്തിനല്ല സീരിയസ് ആയിട്ട് എടുക്കുക. സാറൊക്കെ വന്നു കഴിഞ്ഞാൽ പല നടന്മാർക്കും ഭീഷണിയാണ്. നമ്മളെ ഡ്യൂട്ടി ടൈമിലൊന്ന് പ്രഷർ കുറയ്ക്കാൻ വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. സാർ ഇവിടെ ഉണ്ടാവല്ലോ, എപ്പോഴും ഇവിടെ ഉണ്ടാവും വന്നു കഴിഞ്ഞാൽ സാറേ? ഇവിടെ അല്ല, സ്റ്റേഷനിലാണ്. എന്റെ ഒരു ചെറിയ മോനുണ്ട്, എനിക്ക് വിളിച്ചു പറയാൻ തോന്നുന്നു അവരൊക്കെ. എന്റെ മോനൊക്കെ, എന്റെ ചെറിയൊരു മോനുണ്ട്, സാറിന്റെ വലിയ ഫാനാ. ചോറ് നമുക്ക് സാറിന്റെ റീലാ കാണണ്ടേ സാർ? ഒരു ഫോട്ടോ എടുത്തിട്ട് അവനൊക്കെ ഒന്ന് കാണിക്കാൻ. ഓ പിന്നെന്താ സാറേ? സാർ അങ്ങനെയല്ല സാറേ, സാർ ഒന്ന് മന്മഥ സാർ മതി. കുഴപ്പമില്ല, എനിക്ക് മന്മഥ സാർ മതി സാർ. സാറേ സാറേ ഇനി ഒന്ന് തോന്നുന്നു എടുത്തു ഒന്ന് ഫോട്ടോ. സാറേ ഒരു രക്ഷയില്ല സാറേ, ഇനി ഇറക്കണം കണ്ടു. ഇങ്ങനത്തെ ഞാൻ വെറൈറ്റീസ് നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്നത്. വലിയ സന്തോഷം സാറേ കണ്ടു. ഞാൻ ഷെയ്ക്കേണ്ടി വന്നോട്ടെ, വേറെയിലൊക്കെ വന്നു ഒരു സെക്കൻഡ്. താങ്ക് യു സാർ. സാർ താങ്ക് യു സാർ, സന്തോഷം. എന്താ മന്മഥ, എന്താ സംഭവം? എന്താ എല്ലാം ഓക്കെയാണ് സാർ. എന്തോ ഓക്കെയാണ്? ലൈസൻസ് ഉണ്ടാ? ഇൻഷുറൻസാ? ഉണ്ട് സാർ. എല്ലാം ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ. നമുക്കോ സാറിനെ കണ്ടിട്ടില്ലല്ലോ. ചെല്ല്. എനിക്ക് അങ്ങനെ കൊങ്ങലം കളിക്കലല്ല പണി. അടുത്ത വണ്ടികൾ ശ്രദ്ധിക്കട്ടോ, വണ്ടികൾ പോണ ശ്രദ്ധിക്കും.
ഡൊക്കടെ വണ്ടിയായിട്ട് ഇറങ്ങിയിരിക്കുക. സാറേ പോട്ടെ സാറേ. സാറ് കത്തി കയറാണ് നമ്മളുണ്ടായില്ല അതിനകത്ത്. നമ്മൾ ഈ പിറകിലല്ലേ കളിച്ചിരുന്നത്, സാറാണല്ലോ ലീഡ് ചെയ്തിരുന്നത്, അപ്പൊ സാറ് തന്നെയാണ് ശ്രദ്ധിക്കുള്ളത്. സാറേ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടാ. നല്ല സർവീസ് ചെയ്തിട്ട് പേരുണ്ടാക്കണം, അല്ലാതെ ഇവ കോമാളിത്തരം ചെയ്തിട്ടല്ല. തുണയോടെ അലറും കാട്ടിൽ വഴിമാറി വന്നു ചേർന്നു ഒരു കുഞ്ഞുമാൻ കിടാവ്. ഒരു സിംഹമലയും കാട്ടിൽ തുണയോടെ അലറും കാട്ടിൽ വഴിമാറി വന്നു ചേർന്നു ഒരു കുഞ്ഞുമാൻ കിടാവ്. അമരുന്ന സിംഹമരികെ ഇരുളുന്ന രാത്രിയരികെ അറിയാത്ത കാട്ടിനുള്ളിൽ പിടയുന്ന നെഞ്ചുമായി ആരോരും കൂടെയില്ല തലയുന്നു മാൻ കിടാവ്. ആരോരും കൂടെയില്ല തുഴറുന്നു മാൻ കിടാവ്. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ അല്ലേ? കലക്കി സൂപ്പർ സൂപ്പർ. കുഴപ്പമില്ല, ഗംഭീരം. എല്ലാരും പൊളിച്ചു കേട്ടാ. സാറേ നന്നായിട്ടോ സാർ, സൂപ്പർ ആയിട്ടുണ്ട്. സാറിന്റെ കയ്യിൽ ഇത്രയും സംഭവമൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ സാറേ. സാറേ ഞാനൊരു സജഷൻ പറഞ്ഞോട്ടെ. അതായത് നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് നല്ലൊരു കണ്ടന്റ് എടുത്ത് റീൽ ചെയ്ത് അത് വൈറലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജില്ലയിലെ ഏറ്റവും നല്ല റീൽ ചെയ്യണ സർക്കാർ ഓഫീസിൽ നിന്നുള്ള ബഹുമതി നമുക്ക് കിട്ടും. അല്ലേ സാറേ? ഭാവിയിൽ ഈ സ്റ്റേറ്റ് അവാർഡൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ചാൻസ് ഉണ്ട്. തന്നെപ്പ ആരെങ്ങോട്ട് വിളിച്ചേ? തന്നോട് വല്ല വിധത്തിലുള്ള അഭിപ്രായം ഞാൻ ചോദിച്ചോ? ഇല്ലല്ലോ. താൻ കുറെ റീൽ ഇവിടെ ഉണ്ടാക്കിയാലോ? നീ താൻ തന്റെ ഡ്യൂട്ടി എന്താണ് അത് ചെയ്യേ? സാറേ ഞാനിപ്പോ ഡ്യൂട്ടി കഴിഞ്ഞാണ് വന്നത്. എങ്ങനെ? ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആര് പറഞ്ഞു ഡ്യൂട്ടി കഴിഞ്ഞു? ആര് പറഞ്ഞു? താനേ ഒരു കാര്യം ചെയ്യ്. താൻ നമ്മുടെ SN കോളേജിന്റെ അവിടെ പൂവാല ശല്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്. താൻ അവിടെ ചെന്നിട്ട് അതിന്റെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അത് വേണ്ട. ഞാൻ അവിടെ ചെന്ന് സെൽഫി എടുക്കലും പരിപാടി. ജില്ലാ ഹോസ്പിറ്റലിൽ ഒന്നും ചെയ്യില്ല. അവിടെ ഒന്നും ചെല്ല്, സാർമാർ കുറവാണെന്ന് പറയുന്നത്. അവിടെ ആ പുഴയിൽ വീണ് മരിച്ചൊരുത്തിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുന്നുണ്ട്. അത് ആരൊക്കെ വന്ന് കുടുംബാംഗങ്ങളൊക്കെ വന്നിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തൊക്കെ പറയുന്നുണ്ട് അത് ചെന്ന് അതൊക്കെ ഒന്ന് നിയന്ത്രിക്ക്. പിന്നെ അതിന്റെ ആ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തിട്ട് വാ കേട്ടാ. ഇനി നമ്മള് അടുത്ത ചെയ്യാൻ പോകുന്ന റീൽ എന്ന് പറയണതേ കുറേയും കൂടി ഭംഗിയായിട്ടുള്ള വേറെ സംഭവം ഞാൻ കണ്ടുപിടിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ചെയ്യണം കേട്ടാ. അത് പിന്നെ നിങ്ങളുടെ ഈ മന്മഥൻ സാറുമായിട്ടുള്ള റീൽ എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതങ്ങോട്ട് നിർത്തിക്കോട്ടോ. എന്താ ബുദ്ധിമുട്ടുണ്ടോ? അല്ല അത് വേണ്ട. ആ പരിപാടികളൊന്നും ഇവിടെ നടക്കില്ല കേട്ടാ. അതെങ്ങാനും ഞാൻ ഇനി കേട്ടാൽ സസ്പെൻഷൻ ഉറപ്പാണ് കേട്ടോ. കാര്യം മനസ്സിലായിക്കോ. പിന്നെ ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു കണ്ണിച്ചോറില്ലാത്ത ആളോ കലാബോധം ഇല്ലാത്ത ആളൊന്നല്ല. നിങ്ങൾക്ക് അങ്ങനെ റീൽ ചെയ്യണം എന്ന് വെച്ചാൽ വല്ലാതെ അങ്ങോട്ട് വീർപ്പ് മുട്ടുകയാണെങ്കിൽ നിങ്ങൾ
എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങളോട് സംസാരിക്കാം. സാർ അത് പറയാം. മതി സാർ. മതി. ഇപ്പൊ എടുത്തത് ആ എടുത്തവിടെ ഒന്നോട്ടെ. നിങ്ങളെല്ലാവരും കുറച്ചും കൂടെ ഒക്കെ ഒന്ന് നന്നാവാണ്ട്. സാർ കുഴപ്പമില്ല, അടുത്തതിൽ ശരിയാക്കാം. അതെങ്ങനെയുണ്ട്? അത് സൂപ്പറായിട്ടുണ്ട് സാർ. മറിമായം